ആരുമില്ലാതെ. പുറത്ത് വെളിച്ചമൊന്നുമില്ല. ഇവിടെ ആരുമില്ലേ? എല്ലാവരും എവിടെ പോയി? അല്ലെങ്കിൽ മുത്ത് എന്നെ കാത്തു നിൽക്കുന്നതാ ഇവിടെ. എന്തു പറ്റി? ഇനി മുത്തിന് വല്ല അസുഖവും? മുത്തേ, മുത്തേ, എന്റെ മുത്തിനിതെന്തു പറ്റി? ഇനിയിപ്പോ അല്ലെങ്കിൽ അവൾ ഈ സമയം ഇവിടെ ഉണ്ടാകേണ്ടതാണല്ലോ. വർഷേ, വർഷേ, ഒറ്റ എണ്ണത്തിന്റെ ഒരു ഒച്ച അനക്കവും ഇല്ലല്ലോ. മമ്മി, ഡാഡി വന്നെന്ന് തോന്നുന്നത്. മക്കളെ, എന്നാൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ റെഡി ആൻഡി. വൗ, സൂപ്പർ. അങ്ങനെ തന്നെ നന്നായിട്ട് അഭിനയിച്ചോണേ. ഡാഡിക്ക് ഒരു സംശയവും തോന്നരുത്. ഇത്ര കരഞ്ഞാ മതി മമ്മി. വർഷേ, വർഷേ, എന്തു പറ്റി? വല്ല സുഖമില്ലായ്മയുണ്ടോ? എന്ന് നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം. ആര് ആര് എന്ത് ചെയ്തെന്നാ പറയുന്നത്? വർഷേ, നീ എന്നെ പേടിപ്പിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറയ്. ആര്? എവിടെ? വർഷേ, മുത്ത് എവിടെ? മുത്ത്, മുത്തേ, മുത്തേ. എന്താ എന്താ നീ പറഞ്ഞത്? വർഷേ, നിന്നോടാണ് ചോദിച്ചത്. നീ എന്താണ് പറഞ്ഞത്? മുത്ത് വരില്ലെന്നോ? അതെന്താ? അവൾക്ക് എന്തു പറ്റി? വർഷേ, നീ എന്നെ ആദ്യ പിടിപ്പിക്കാതെ കാര്യം പറ. അവൾ എവിടെ വർഷേ? എന്റെ നെഞ്ചു കിടന്ന് പെടപെടാന്ന് പെടുക്കുന്നു. പറ, അവൾ എവിടെ? വർഷേ, നീ ഒന്ന് പെട്ടെന്ന് പറയുന്നുണ്ടോ? എന്താ എന്റെ മുത്തിന് പറ്റിയത്? എന്നിട്ട് നീയും നമ്മളെ വഴക്ക് പറഞ്ഞോ? വർഷേ, നീ എന്താ പറഞ്ഞത്? വർഷേ, എന്റെ ദൈവമേ, എന്റെ കൊച്ചിത് എവിടെ പോയി? അവള് ഈ രാത്രിയില് അവള് എന്ത് ചെയ്യും? എന്റെ ദൈവമേ, എന്റെ കൈകാലുകൾ വിറച്ചിട്ട് വയ്യ. എന്റെ കൊച്ച് വല്ല വല്ല അക്രമികളുടെയും കയ്യിൽപ്പെട്ടാൽ അവളുടെ അവസ്ഥ. എന്റെ ദൈവമേ. വർഷേ, എന്നാലും എന്റെ മോൾക്ക് എന്തു പറ്റി വർഷേ? അയ്യോ ദൈവമേ, എന്റെ മോള്, മോളെ, മുത്തേ. വർഷേ, ഈ രാത്രി തന്നെ എന്റെ മോളെ കണ്ടുപിടിക്കണം. എന്റെ മോള് ഒറ്റക്ക് രാത്രി പുറത്ത്. ഞാൻ അന്വേഷിച്ചു പോട്ടെ വർഷേ. എന്റെ ഈശ്വരാ, എന്റെ മോള്. മമ്മി, കരച്ചിൽ നിർത്തട്ടെ. ഡാഡി പോയില്ലേ? മോള്, എന്റെ അഭിനയം എങ്ങനെയുണ്ട് മോള്? മമ്മി, സൂപ്പർ. മമ്മിക്ക് ഇത്രയും നന്നായി അഭിനയിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല മമ്മി. അതെ ആന്റി, ആന്റിക്ക് വല്ല
എനിക്ക് ഇത്രയും ട്രോഫിയെ കിട്ടിയെന്നറിയോ? സത്യം മമ്മി, ഞങ്ങൾ പോലും കണ്ടിട്ട് അന്തം വിട്ടുപോയി. എന്തൊരു അഭിനയായിരുന്നു മമ്മി. ആ ഡാഡി എല്ലാം വിശ്വസിച്ചു. നമ്മളെ അവളൊന്നും ചെയ്തിട്ടില്ലെന്നാ ഡാഡിയുടെ വിചാരം. ഇന്ന് മൂപ്പർക്ക് എന്തായാലും ഓർക്കുണ്ടാവില്ല. പുറത്തു കൂടെ അലഞ്ഞു തിരിഞ്ഞ് മകളെ തെരഞ്ഞ് നടപ്പിലാവും. ഓ ആന്റി, ആ നാശം പിടിച്ച പെണ്ണിനെ കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. കിട്ടൂല അവളെ. കുറെ നേരമായില്ലേ അവള് പോയിട്ട്. എന്തായാലും ഇപ്പൊ വല്ല ഭിക്ഷക്കാരും പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും അവളെ. മമ്മി, അവൾ അങ്ങനെ ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയാൽ അവളുടെ അവസ്ഥ എന്താവും? അത് മോളു, അവളുടെ രണ്ട് കണ്ണും കുത്തി പൊട്ടിച്ച് അവളെ വല്ല തെരുവിലും തെണ്ടാൻ വിടും. അവളെ മുഖമൊക്കെ പൊള്ളിച്ച് അവളെ പിന്നെ തിരിച്ചറിയാനേ ആർക്കും പറ്റത്തില്ല. അപ്പൊ പിന്നെ അവൾ ഇനി ഇങ്ങോട്ട് വരുമെന്ന പേടി നമുക്ക് വേണ്ടേ വേണ്ട. ഹായ്, അത് കൊള്ളാലോ ആന്റി. അതെ മമ്മി, അവളിനി ഇങ്ങോട്ട് വരണ്ട. എന്റെ ദൈവമേ, എന്റെ മോള്. എന്നാലും ഈ രാത്രി എന്റെ കൊച്ച് എവിടെയാവും? എന്റെ മുത്ത്, എന്റെ ദൈവമേ. ചന്ദ്ര, നീ ഇതിങ്ങോട്ടാ ഈ രാത്രി? തങ്കപ്പൻ ചേട്ടാ, പറ ചന്ദ്ര, എന്താ നിന്റെ മുഖത്തൊരു വിഷമം? എന്താ ഉണ്ടായത്? എന്നോട് പറയടാ. തങ്കപ്പൻ ചേട്ടാ, എന്റെ മുത്ത്, മുത്ത് അവളെ കാണുന്നില്ല. അവള് വീട് വിട്ട് ഇറങ്ങിപ്പോയെന്നാ വർഷ പറയുന്നത്. ചന്ദ്ര, എന്താ നീ പറയുന്നത്? മുത്തിനെ കാണാനില്ലെന്നോ? അതെ തങ്കപ്പൻ ചേട്ടാ, എന്റെ മോള്. അവള് എവിടെയാവോ ഇപ്പോ? സമയം ഇത്ര ആയില്ലേ? എന്റെ കുട്ടിക്കാണെങ്കിൽ ഇരുട്ട് പേടിയാ. എന്താ, എന്തിനാ മുത്ത് വീട് വിട്ട് പോയത്? അങ്ങനെ വീട് വിട്ട് പോകുന്ന കുട്ടിയല്ലല്ലോ മുത്ത്. എന്താ ഉണ്ടായേ? പറ ചന്ദ്ര. വർഷ പറയുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ കഴിക്കാൻ പറഞ്ഞതിന് അവൾ വീട് വിട്ട് ഇറങ്ങിപ്പോയെന്നാ പറഞ്ഞത്. അങ്ങനെ അങ്ങനെ മുത്ത് പറഞ്ഞോ? ഏയ്, ഞാനത് വിശ്വസിക്കൂല. ഞാനും വിശ്വസിച്ചിട്ടൊന്നുമില്ല തങ്കപ്പൻ ചേട്ടാ. വർഷ പറയാ, അവള് പറഞ്ഞുത്രേ, നിങ്ങൾ എന്റെ രണ്ടാനമ്മയല്ലേ, നിങ്ങൾ എന്നെ കഴിപ്പിക്കാൻ നിക്കണ്ട എന്ന്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുമെന്ന് പറഞ്ഞ് ആ മോള് പോയിന്നാ പറയുന്നത്. ചന്ദ്ര, ഇതിലെന്തോ ചതിയുണ്ട് ചന്ദ്ര. ഞാനും വർഷ പറയുന്നത് അങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അവളെ ചോദ്യം ചെയ്യാനും അവളോട് സംസാരിക്കാനും നിന്ന എന്റെ മുത്ത് അവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതാണിപ്പോ എനിക്ക് വേണ്ടത്. എന്നാലും ആ കുട്ടി ഈ രാത്രി എവിടെ? തങ്കപ്പൻ ചേട്ടാ, അത് തന്നെയാ എന്റെ പേടി. ഒരു പെൺകൊച്ച്. എന്ത് കൊച്ചാണെങ്കിലും 10 വയസ്സല്ലേ എന്റെ മോളോനായിട്ടുള്ളൂ. അവള് ഈ രാത്രി എവിടെയാവും? എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ സാധിക്കുന്നില്ല. എന്റെ കൈകാലുകൾ തളരുന്നു തങ്കപ്പൻ ചേട്ടാ. വാ മോനെ, ഞാനും വരാം. നമുക്ക് എല്ലായിടത്തും അന്വേഷിക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ എവിടെയും കണ്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. അതെ, ഒട്ടും താമസിച്ചുകൂടാ. എന്റെ മുത്തിനെ എനിക്ക് കിട്ടിയേ തീരൂ. അല്ലാതെ ഞാൻ വീട്ടിലേക്ക് ഇല്ല തങ്കപ്പൻ ചേട്ടാ. എന്റെ മുത്തില്ലാത്ത വീട് എനിക്ക് വേണ്ട. ചന്ദ്ര, വാ, പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലായിടം അന്വേഷിക്കാം. വേണം തങ്കപ്പൻ ചേട്ടാ, എന്റെ മോള്. അവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം.